ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉള്ളത്, ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീണ്ടും മണ്ണ് തിന്ന അതേ സ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെയാണ് നമ്മള് വെള്ളത്തിൽ മലന്ന് കിടന്നത്. ഇതാണ് ആ സ്ഥലം കേട്ടോ, ദേ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര പോവാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം വന്ന വഴി തന്നെ ആയതുകൊണ്ട് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ അവിടെ നമ്മൾ കഴിച്ച മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നേപ്പാളിലെ സ്പെഷ്യൽ മട്ടൻ കറി എങ്ങനെ വെക്കാന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടിട്ട് പോയോ. അപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് കുറച്ച് ദൂരം പോയിട്ട് പിന്നീടുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് ഇവരിവിടെ മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഓയിലില് വെളുത്തുള്ളി ചതച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇളക്കുവാണ്. മട്ടൻ കഴുകിയിട്ടില്ല എന്ന് തോന്നുന്നു, ആ കഴുകാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ബ്ലഡോട് കൂടി അങ്ങനെ ആയിരിക്കും ഇടാൻ. ഇനിയിപ്പോൾ ഇത് കഴുകുമെന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന് കണ്ടപ്പോൾ സീൻ ഇങ്ങനെയായിരുന്നു, അപ്പം എന്തായാലും ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചു. കഴുകുന്നില്ല കേട്ടോ അവർ. ആ മട്ടൻ ആ മുറിച്ചത് അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഫസ്റ്റ് ഒന്ന് കഴുകിയത് തന്നെ മേലോടെ, പിന്നെ അങ്ങനെ മുറിച്ചിട്ട് വെറുതെ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഓയിലും ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മുളക് ചതച്ചത് ഇടുവാണേ. മുളക് പൊടിയല്ല, ഇവിടുത്തെ ഉണക്കമുളക് ചതച്ചത്. ഉപ്പ് എടുക്കാൻ പോയതാണേ, ഉപ്പ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉപ്പിടണം. ഇതിവിടെ നമ്മൾ മുന്നേ പരിചയപ്പെടുത്ത ബയ്യാജിൻ്റെ വൈഫാണ്. ഇപ്പം വിരുന്നൊക്കെ കഴിഞ്ഞ് ഇന്നലെ ആള് വന്നേ ഉള്ളൂ. ആള് നല്ല കോമഡി ആയിട്ടോ. അതായത് നമ്മൾ പറയുന്ന ഭാഷ ഇത്തിരി പോലും ആൾക്ക് തിരിയൂല, പക്ഷെ എന്നാലും എല്ലാത്തിനും ചിരിച്ച് നല്ലൊരു സഹകരണമാണ്. ജീരകം, ജീര. സെക്കൻഡുകൾ കൊണ്ട് ആളത് അരച്ച് സെറ്റാക്കി കഴിഞ്ഞ് അടുത്ത അതിൽ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുവാണ്. വെളുത്തുള്ളി കൈ കൊണ്ട് പറയും, നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷെ ഞാനൊക്കെ നാട്ടില് മിനിറ്റിനും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും കൂടെ കത്തിയെടുക്കുന്ന ആളാട്ടോ. അവർക്ക് കൈയൊന്നും എരിയുന്നില്ലാവൂ. എനിക്കിത് കത്തിയെടുത്തില്ലേ കൈ ഭയങ്കര എരിച്ചലാ. ये मासू में डालने के लिए, മാസു के लिए സ്പൂൺ കണക്കൊന്നും അറിയില്ല. നിങ്ങൾ കണ്ടില്ലേ എത്ര എടുത്തു ജീരകം. ആ ജീരകം ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അരച്ചത് വീണ്ടും ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുകയാണ്. കളർ മാറിയില്ല. സംഭവം കഴിഞ്ഞു കേട്ടോ. അഭി കിത്തന വിസിൽ ഖത്തമായിരിക്കണം. ഫുൾ കഴിഞ്ഞു. ഇനി അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയായി. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഉള്ളി, ഞാനൊക്കെ കറി വെക്കുകയാണെങ്കിൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റി അതിൽ ഈ പറഞ്ഞ പോലെ ഇതിട്ട് പിന്നെ കുറേ മറ്റേ വലിയ ജീരകം, ചെറിയ ജീരകം, ഗരം മസാല, അത് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടൊക്കെയാണ് വെക്കുക. ഇത് നിങ്ങൾ കണ്ടില്ലേ, ആകെ എന്തൊക്കെ സാധനം ഉണ്ട്. ഒന്നുമില്ല, ഉള്ളിയില്ല, തക്കാളിയില്ല, ചുവന്ന മുളക് പൊടിച്ചതും മഞ്ഞപ്പൊടിയും പിന്നെ ആകെ ആ ജീരകവും വെളുത്തുള്ളിയും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നമ്മൾ കഴിച്ച ചമ്മന്തി ഉണ്ടാക്കുന്നത് കണ്ടില്ല. ഞാൻ ആക്ച്വലി വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. ഇത് ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ടമാറ്റർ, അതായത് തക്കാളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിനെ മിക്സിയിൽ അരച്ചെടുക്കുന്ന പോലെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുക്കണം. വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി ഫസ്റ്റ് തന്നെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാ ഇന്നത്തെ യാത്ര എങ്ങനെയാന്ന് നോക്കാം. ഫ്രണ്ട്സ്, നേപ്പാൾ വന്ന് നമ്മൾ ഇത്രയും ദിവസം കണ്ട പാടങ്ങളെല്ലാം കൊയ്തിട്ട പാടങ്ങളായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് കയറിയപ്പോൾ ഇവിടെ നെല്ല് കൊയ്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ.
ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. നെല്ല് കൊയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്വർണ്ണഭൂമി എന്നൊക്കെ പറയില്ലേ, അതാണിത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇവിടെ എത്തി. ഈ സ്ഥലത്തിന്റെ പേരെന്താ? സുർക്കത്തില് മൗരി ഗംഗ ഏനാ ഈ ജഗ का प्लेस? മേരി ഗംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബാര. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി, നാട്ടിലെ ഗോൽഗപ്പ, നമ്മുടെ നേപ്പാൾ ഗോൽഗപ്പ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓടി ഒന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പച്ചമുളകും പിന്നെന്താ ഉള്ളി ഇട്ടിട്ട്, പിന്നെ മറ്റേ ഈ മസാല ഇടൂലേ, അതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ഉരുളക്കിഴങ്ങൊന്നുമല്ല അത്. ഈ മസാല ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കണം തന്നെ തോന്നുന്നു അല്ലേ. എന്തായാലും ഗ്ലാസ്സിൽ സെപ്പറേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ പാനി. അപ്പോൾ ഒഴിച്ചിട്ട് നൈസായിട്ട് എടുത്തിട്ട് ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആട്ടോ നമ്മുടെ നാട്ടിലേക്കാട്ടും പാനിപ്പൂരി. പക്ഷെ സൂപ്പർ. ഫ്രണ്ട്സ്, നമ്മുടെ പ്രഭാകരൻ്റെ ചെറിയ കുഞ്ഞു കേടുപാടുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. MC-യിലൊക്കെ വെച്ചിട്ട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രുതിക്ക് നാട്ടിലെത്തിയിട്ട് വേണമല്ലേ ഇതൊക്കെ ഒന്ന് സംഭവം സെറ്റാക്കി എടുക്കാൻ. ഇത് ശരിക്കും 2 മാസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. അയ്യോ, ഒരുപാട് വീഴ്ചകളിൽ ഞങ്ങളെ രക്ഷിച്ച, എന്നെയും പ്രഭാകരൻ രക്ഷിച്ച സൈഡ് ബോക്സുകളാണിത്. ശരിക്കും വീഴ്ചയുടെ ഒക്കെ മൊത്തം ഇമ്പാക്റ്റും ബോക്സുകളായിരുന്നു ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് കാര്യമായ വലിയ പ്രശ്നങ്ങൾ വരാണ്ട് എല്ലാം ബോക്സിന് വന്നു. ഇനിയിപ്പോൾ ചെന്നിട്ട് മൊത്തം സെറ്റാക്കണം. നമുക്ക് തൽക്കാലത്തേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് MC-യിലൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കണം. ഫ്രണ്ട്സ്, ഈ ഒരു പട്ടണത്തിലുണ്ടല്ലോ നമ്മൾ ഇതുവരെ കഴിച്ചതിൽ വെച്ച് സുലഭമായ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അടുത്ത ഹോട്ടൽ റേറ്റും അത്യാവശ്യം കുഴപ്പമില്ല, കുറവാണ്. നമ്മളൊന്ന് ബാർഗൈൻ ചെയ്ത് പിടിക്കണം. ഹലോ ഫ്രണ്ട്സ്. ഹലോ. എപ്പോൾ ഭക്ഷണം കഴിക്കായിരുന്നല്ലോ അപ്പോൾ ക്യാമറ കൊണ്ട് വന്നോളൂ. സ്പെഷ്യൽ ഫുഡ് കഴിക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഇന്ന് ഇങ്ങടെ പോണേ? ഇന്ന് നമ്മുടെ ലക്ഷ്യം, നമ്മൾ പ്ലെയിനിലോട്ട് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കപിലവസ്തു എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പം കപിലവസ്തുവിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ബുദ്ധൻ്റെ നാട്. ബുദ്ധൻ ജനിച്ചത് അവിടെയല്ല, പക്ഷേ ബുദ്ധൻ 29 വർഷം ജീവിച്ചത് അവിടെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അറിഞ്ഞുകൂടെ ഇന്ന് എവിടെ എത്തുന്നുള്ളത്, പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകൾ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പോവാം, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഫ്രണ്ട്സ്, ഇതെങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? സത്യം പറഞ്ഞ കടുക്
കടുക് കാണണം, കടുകപ്പാടം കാണണം, പഞ്ചാബ് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പഞ്ചാബ് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ നേപ്പാളിൽ വന്നപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു കേട്ടോ. നമ്മൾ ശരിക്കും കടുകപ്പാടം കുറേ കണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നമ്മൾ ഒരുപാട് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ കുറച്ച് നമ്മളിങ്ങോട്ട് കയറിയതിന് ശേഷം നെല്ലിൻ്റെ കൃഷി കണ്ടിട്ടേ ഇല്ല കേട്ടോ. നെല്ലില്ല, ഇവിടെ മൊത്തം കടുക. ഇവിടെ എല്ലാവിടെയും ഓരോ വീട്ടിന് ചുറ്റും അതായത് നമ്മൾ വീടിൻ്റെ ചുറ്റും പൂന്തോട്ടം വെച്ച പോലെയൊക്കെയാണ് കടുക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, വരുന്ന വഴിക്ക് ഇങ്ങനെ മരങ്ങളുണ്ടല്ലോ, ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ കറിവേപ്പില പോലത്തെ മരം. അപ്പം എൻ്റെ വിചാരം ഇവിടെ ഇതുവരെയായിട്ടും ഞാൻ വന്ന് കഴിച്ചിട്ട് ഇതുവരെയായിട്ടും ഒരു കറിയിലും ഒന്നിലും കറിവേപ്പില ഇട്ട് കണ്ടിട്ടില്ല. കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഇത് മേ ബി നാട്ടിലെ എന്തെങ്കിലും ഒരു കാട്ടുമരമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരുപാടെന്ന് വെച്ചാൽ വഴി നിറച്ചുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാട്ടോ. ഞാൻ എൻ്റെ എല്ലാ കറിയിലും എല്ലാ ഉപ്പേരിയിലും തോരൻ പിന്നെ അതുപോലെ മീൻ കറിയിലൊക്കെ കറിവേപ്പില വാരി വലിച്ചിടുന്ന ഒരു സാധനമാണ്. അതിലേക്കിട്ട് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ തൽക്കാലം ബൈ ബൈ പറയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ടാറ്റാ.